ആദർശനോട് നയന പറയാണ്, ഓരോ പെൺകുട്ടികളെയും വീട്ടിലേക്ക് കെട്ടിച്ചയക്കുമ്പം അവരുടെ അമ്മയ്ക്കും അച്ഛനൊക്കെ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ കാണും. നമ്മളുടെ മകള് അവിടുത്തെ രാജകുമാരി ആയിരിക്കും. അവളെ ആരും ഒന്നും പറയില്ല. അവളെ പൊന്നുപോലെ അവളുടെ ഭർത്താവ് നോക്കും. അവർ തമ്മിൽ നല്ലൊരു സ്നേഹബന്ധം ഉണ്ടാവും. അവർ തമ്മിൽ ഒരുമിച്ച് ജീവിച്ച് അവർ നല്ലൊരു ദാമ്പത്യ ജീവിതമുണ്ടായി കുട്ടികളും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നതൊക്കെ അനുഗ്രഹിച്ചാണ് ഓരോ അമ്മയും അച്ഛനും അവരെ വിവാഹം കഴിച്ച് അയക്കുന്നത്. പണമില്ലാത്തവരാണെങ്കിൽ പിന്നെ പറയാൻ കൂടെ വേണ്ട. അവിടുന്നും ഇവിടുന്നൊക്കെ കടം മേടിച്ച് ലോൺ എടുത്ത് അവരുടെ വീടൊക്കെ പണയം വെച്ച് എന്തുമാത്രം സഹിച്ചായിരിക്കും ഒരു പെൺകുട്ടിയെ അവർ വിവാഹം കഴിച്ച് അയപ്പിക്കുന്നറിയാവോ. അവർക്കൊരു കുടുംബജീവിതം ഉണ്ടായി അവർ നല്ലതായിട്ട് ജീവിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എൻ്റെ അമ്മയും അച്ഛൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ അമ്മയുടെ എടുത്തുചാട്ടം എല്ലാത്തിനും കാരണമായത് നവ്യേച്ചിനെ വലിയൊരു തറവാട്ടിൽ കെട്ടിച്ചേക്കണമെന്ന് എൻ്റെ അമ്മ ആഗ്രഹിച്ചത് മറ്റൊന്നും കൊണ്ടല്ല. അവരൊരിക്കലും ഒരു സങ്കടം അനുഭവിക്കാതെ സന്തോഷമായിട്ട് ആർഭാടമായിട്ട് ജീവിക്കണമെന്ന് കരുതിയിട്ടാണ്. പക്ഷേ എന്നെ കെട്ടിച്ച് വിട്ട സമയത്ത് തന്നെ അതിനുശേഷം അമ്മ മനസ്സിലാക്കി അമ്മയുടെ ചിന്തകളെല്ലാം തെറ്റായിരുന്നു എന്ന്. ഒരു പാവപ്പെട്ട വീട്ടിലേക്കായിരുന്നെങ്കിൽ ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചതിനെന്നും അമ്മ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയാണ്. ആദർശ് ചോദിക്കുകയാണ്, അതിനു വേണ്ടി മാത്രം ഇപ്പോൾ ഇവിടെ എന്തുണ്ടായി എന്ന് ആദർശ് ചോദിക്കുന്നുണ്ട്. നയന ചോദിക്കുകയാണ്, ഓഹോ ഒന്നും ഉണ്ടായില്ല അല്ലേ? ഈ വീടിൻ്റെ വാതിക്കെ വന്ന് എൻ്റെ അമ്മയും അച്ഛനും എത്ര തവണ കരഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? ഈ വീട്ടുകാരുടെ മുമ്പിൽ എത്ര തവണ ഒരു കൈകുപ്പി നിന്നിട്ടുണ്ട്. ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ നിൻ്റെയും നിൻ്റെ ചേച്ചിയുടെയും ഓരോ പ്രവൃത്തി കാരണമല്ലേ? നയന പറയുന്നുണ്ട്, എന്ത് പ്രവൃത്തി? എന്തെങ്കിലും ചെറിയൊരു കാര്യം സംഭവിച്ചാൽ പോലും ഉടനെ തന്നെ വീട്ടിട്ട് ഇറക്കി വിടാനും ഞങ്ങൾക്കെതിരെ പ്രതികരിക്കാനും ഇവിടെ ഒരുപാട് പേരുണ്ടല്ലോ. അങ്ങനെയുള്ളപ്പോൾ പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും എന്നൊക്കെ നയന ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. ആദർശ് പറയാണ്, അങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കൂ, ഇതൊരു കൂട്ടുകുടുംബം അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയാ തെറ്റുകൾ നമ്മുടെ ഭാഗത്തുണ്ടാവാതെ നമ്മൾ വേണം അത് കറക്റ്റ് ചെയ്യാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ആദ്യം അടച്ചിറക്കി വിടേണ്ടത് നിങ്ങളുടെ അപ്പച്ചീനെ മോനെയാണ് എന്ന് പറയാണ്. ആദർശ് പറയാണ്, അത് നീ പറഞ്ഞത് ശരി തന്നെയാ. അവരുടെ രണ്ടുപേരുടെ സ്വഭാവം വല്ലാതെ ടിപ്പിക്കൽ സ്വഭാവം തന്നെയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ജലജ നടന്നുപോയ ജലജ ഈ ഒരു കാര്യം കേൾക്കുന്നുണ്ട്. നയനെ പറയാണ്, ആദ്യം അവരെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കാണെ തന്നെയിൽ ഈ വീട്ടിൽ ഐശ്വര്യം വരും. ആ ജലജാപച്ചുണ്ടല്ലോ എങ്ങനെ മറ്റൊരാൾക്ക് പണി കൊടുക്കാണെന്നും രണ്ടുപേരും തമ്മിൽ എങ്ങനെ തമ്മിൽ തല്ലിക്കാമെന്നും ആലോചിച്ച് നടക്കുക. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക്, അതായത് ദേവയാനി അമ്മയ്ക്ക് എന്നോട് ചെറിയൊരു സോഫ്റ്റ് കോർണർ സ്നേഹമൊക്കെ ഉണ്ട്. അത് തുടങ്ങുന്ന ആ സമയത്ത് തന്നെ പോയി ജലജ പോയിട്ട് ഓരോന്നും പറഞ്ഞ് തെറ്റിപ്പിരിപ്പിച്ച് വീണ്ടും അമ്മയുടെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള വിഷം കുത്തിയേക്ക് അവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നുണ്ട്. ആദർശ് പറയാണ്, അത് നീ എന്തായാലും പറഞ്ഞ 100% ശരി തന്നെയാ. അതേ സ്വഭാവം തന്നെയാ അവരുടെ മകനും കിട്ടിയിരിക്കുന്നത്. അബി എൻ്റെയും അനിയുടെയും ബാക്കി പെൺകുട്ടികളുടെ ഒന്നും ഒരു സ്വഭാവം അവനില്ല. അവന് എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം, തട്ടിപ്പ് വെട്ടിപ്പ് കള്ളത്തരം ഇത് മാത്രമേ അവന് അറിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എത്ര പെൺകുട്ടികളെ അവൻ ചതച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നയന പറയാണ്, ആദർശേട്ടന് ഇപ്പോഴെങ്കിലും കാര്യങ്ങൾ മനസ്സിലായല്ലോ, എനിക്കത് മാത്രം മതി. പിന്നെ ദേവയാനി അമ്മ എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല. കാരണം എൻ്റെ അമ്മയ്ക്ക് ശേഷം ഞാൻ കാണുന്ന അമ്മയാണ് ആദർശേട്ടൻ്റെ അമ്മ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ യാതൊരു കുഴപ്പമില്ല. എന്നെ എന്ത് പറഞ്ഞാലും ഇനി തല്ലിയാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറയാണ്. കാരണം എൻ്റെ അമ്മ എന്നെ തല്ലി തന്നെയാണ് വളർത്തിയിട്ടുള്ളത്. എൻ്റെ അച്ഛനും എന്നെ തല്ലിയിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഇവിടെ വരുമ്പം ഈ ഒരു അമ്മ തല്ലിയെന്ന് പറഞ്ഞ് എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് ആദർശനോട് പറയുന്നുണ്ട്. ആദർശ് പറയാണ്, ഇപ്പം ഇങ്ങനെയൊക്കെ പറയും, ഒരു തല്ലങ്ങാനും തന്നാൽ പിന്നെ പീഡനമായി, പിന്നെ കുടുംബ കോടതിയിലായി, എന്തൊക്കെ വിഷയ, എൻ്റെ അമ്മേനെ അവസാനം ജയിലിലും കയറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നയന ചിരിച്ചുകൊണ്ട് പറയാണ്, ഈ ആദർശേട്ടൻ്റെ ഒരു കാര്യം അങ്ങനെയൊന്നും ഇല്ല ആദർശേട്ട എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും ജലജ പുറത്തു നിന്നിട്ട് തീരുമാനിക്കുകയാണ്, ഓഹോ അപ്പം എന്നെക്കുറിച്ച് നീ ഇങ്ങനെയൊക്കെയല്ലേ എല്ലായിടത്തും പറഞ്ഞു നടക്കുന്നത്. ഞാൻ കുളം കലയ്ക്കാണല്ലേ, ഞാൻ കാണിച്ചു തരാടി. ശരിക്കുള്ള കുളം കലക്കൽ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നിന്നെയും നിന്റെ ചേച്ചീനെയും ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കണം. ഇത്രയും കാലം ഞാൻ അതിനോട് പരിശ്രമിച്ചു, പക്ഷെ നടന്നില്ല. ഇനിയിപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് കണ്ട നീ തന്നെ ഞെട്ടിപ്പോടി എന്നൊക്കെ പറഞ്ഞ് ജലജ ദേഷ്യപ്പെട്ട് തുള്ളിക്കൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. ജലജ ദേഷ്യപ്പെട്ട് വരുന്ന കാണുമ്പം അഭി ചോദിക്കുകയാണ്, എന്താ അമ്മേ, എന്താ കാര്യം? അമ്മ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെട്ട് വരുന്നേ? ഓ ഒന്നുമില്ല, നിന്നെപ്പോലൊരു മരക്കിഴങ്ങനെയൊക്കെ കുഞ്ഞായിട്ട് കിട്ടിയാൽ പിന്നെ ഞാൻ എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും? എൻ്റെ അവസ്ഥയായിപ്പോയി, എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവളോട് ഇരിക്കുകയാണ്. എന്താ അമ്മേ, എന്താ കാര്യം എന്നോട് പറ എന്ന് പറയുന്നുണ്ട്. അവളുണ്ടല്ലോ നയന, അവളുടെ ഭർത്താവിനോട് പറയുക, അതായത് ആദർശനോട് പറയാ, ആ ജലജാപ്പച്ചിയാണ് ഇവിടെ കുളം കലക്കുന്നതെന്നും തമ്മിൽ തല്ലിക്കുന്നതെന്നും അവരുടെ സ്വഭാവം ശരിയില്ലെന്നും അവർ അതേ സ്വഭാവം അവരുടെ മോനെന്നും രണ്ടുപേരെയും ഇവിടെ അടിച്ചിറക്കി വിട്ടാലേ ഈ വീടിന് ഐശ്വര്യം കിട്ടുള്ളൂ എന്നും.
അഭി ചോദിക്കുകയാണ്, ഓഹോ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞോ? അതേടാ ഞാൻ കേട്ടത് ആദർശനോടുള്ള പറയുന്നത്. ആദർശം എന്ന് ചിരിച്ചുകൊണ്ട്, അതേടി നീ പറഞ്ഞത് ശരിയാണെന്നും കൂടെ. എനിക്കത് കേട്ടപ്പോൾ നല്ല ചൊറിഞ്ഞു വന്നതാ. അകത്തോട്ട് കയറിപ്പോയി രണ്ടിനിട്ട് വന്ന് പൊട്ടിക്കട്ടെന്നൊക്കെ തോന്നിയതാ. പിന്നെ ഞാൻ ക്ഷമിച്ചിട്ട് ഇങ്ങോട്ടേക്ക് കയറി വന്നതാ എന്ന് പറയുന്നുണ്ട്. അഭി പറയുന്നുണ്ട്, നിൽക്കമ്മേ, എല്ലാത്തിനും ഒരു അവസരം ദൈവം തരാതിരിക്കില്ലല്ലോ. ഈ രണ്ടിൻ്റെ അഹങ്കാരം നമുക്ക് തീർത്തു കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ഇത് പറയുന്നതല്ലാതെ എന്തെങ്കിലും കാര്യം നടന്നിട്ടുണ്ടോ അഭി എന്ന് ചോദിക്കുകയാണ്. എപ്പോൾ പറഞ്ഞാലും അവരെ നമുക്ക് ശരിയാക്കാം, അവരെ നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയും. ആ നിർമ്മലിൻ്റെ കേസ് കൊണ്ടുവന്നിട്ട് എന്തായി? അതും ആകപ്പാടെ ചീറ്റി പൊട്ടിപ്പോയില്ലേ. ഇപ്പോഴാ അഭി ആദർശും നയനും തമ്മിൽ നല്ല സ്നേഹത്തിലാണ്. അതിന് രണ്ടിനെയും എങ്ങനെയെങ്കിലും തമ്മി തല്ലിക്കണം. എന്നിട്ട് അവളെ ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും അടിച്ച് പുറത്താക്കണം. എങ്കിൽ മാത്രമേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അമ്മ പറ, എന്താ ചെയ്യണ്ടേ അതുപോലെ ചെയ്യാം. അവളെ വീട്ടിൽ നിന്ന് അടിച്ചെടുക്കാന്നുള്ളത് എൻ്റെയും കൂടെ ആവശ്യം തന്നെയല്ലേ. അവൾ ഇറങ്ങിയാൽ മാത്രമേ അവളുടെ പുറകെ അവളുടെ ചേച്ചിനെ ഇറക്കിടാൻ പറ്റുള്ളൂ. ആ മൂത്തോളുണ്ടല്ലോ, അവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും നയനടുത്ത ബുദ്ധികൂർമ്മതയൊന്നും അവൾക്കില്ല. അവളെ ഇവിടുന്ന് പുറത്താക്കാനൊക്കെ എളുപ്പമാണ്. പറ്റിപ്പിടിച്ചിരിക്കുന്ന പല്ലിയെപ്പോലെ അവളിവിടെ പറ്റിപ്പിടിച്ചിരിക്കുകയല്ലേ. അതൊക്കെ മാറ്റം. നമുക്കവളെ പറിച്ചെറിയണം. ഉടുമ്പുമുടി പിടിച്ചുകൊണ്ട് അവൾ ഇവിടെ ഇരിക്കുക. അനന്തപുരം തറവാടിൻ്റെ മണ്ടയ്ക്ക് ഒരു ഉടുമ്പിനെ പോലെ അവൾ കയറിയിരിക്കുക. അവളെ പറിച്ചെറിയുന്നത് അമ്മ കണ്ടോണം. ആ നയനെ ആദ്യം അതിനിവിടുന്ന് പുറത്താക്കണമെന്ന് പറയുന്നുണ്ട്. ജലജ പറയാണ്, നീ കേട്ടതല്ലേ മുത്തശ്ശൻ പറയുന്നത്? നയന ഈ വീട്ടിൽ ഒരിക്കലും ഇവിടുന്ന് പോകാൻ പാടില്ല. ഈ വീടിൻ്റെ അധികാരം തന്നെ ഞാൻ ഏൽപ്പിക്കാൻ പോവാന്ന്. ആദർശ് പറഞ്ഞ നീ കേട്ടതല്ലേ? അവളെൻ്റെ ഭാര്യയാണ്. അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ ഞാനും കൂടെ പോകുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ളപ്പം നമ്മൾ എന്ത് ചെയ്ത് അവളെ പുറത്താക്കും? അപ്പോൾ അഭി പറയാണ്, ആർക്കും ഒരു ഭർത്താവിനും മറ്റൊരാൾക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട് അമ്മേ, അവിഹിതം എന്ന് പറയുന്നുണ്ട്. എന്തുവാ അവിഹിതമോ? അതെ അമ്മേ, നമ്മൾ നയനയ്ക്ക് ഒരു അവിഹിതം ഉണ്ടെന്ന് വരുത്തി തീർത്താ അതോടെ തീർന്നു എല്ലാ കാര്യവും. അപ്പോഴേക്കും ജലജ ചോദിക്കുകയാണ്, ഓഹോ അപ്പം നവിക്കൊരു അവിഹിതം ഉണ്ടാക്കാൻ പോയിട്ട് മോൻ എന്ത് പറ്റി? അവസാനം കയ്യിലുള്ള 10 ലക്ഷം രൂപ കൊണ്ടങ്ങ് തൊലച്ചില്ലേ? അതല്ലാതെ മറ്റെന്തെങ്കിലും കാര്യം നടന്നോ? ആ നിർമ്മലിനെ കൊണ്ടുവന്ന് എന്തൊക്കെ പ്ലാനിങ് ചെയ്തതാ? എന്നിട്ട് എന്തായി അവസാനം? അവളുമാര് നിന്നെ തൂത്തുവാരി എറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ നയന തന്നെ കണ്ടതല്ലേ ലാസ്റ്റ് മിനിറ്റ് എല്ലാം എങ്ങനെയാ അത് ശരിയാക്കി എടുത്തതെന്ന്. പിന്നെ അവളുടെ നേരെയും കൂടെ ആ അസ്ത്രം പ്രയോഗിച്ചാലുണ്ടാകുന്ന അവസ്ഥ നീ ആലോചിച്ച് നോക്കി. അവളുടെ ചേച്ചിക്കെന്ന് പറയുമ്പോൾ തന്നെ അവൾ അത്രയ്ക്ക് ആഴത്തിലിറങ്ങി വർക്ക് ചെയ്യുമ്പം അവൾക്കൊരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അവൾ വർക്ക് ചെയ്യാതിരിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഇതങ്ങനെയൊന്നും അല്ലമ്മേ, ഇത് നൈസായിട്ട് ഡീൽ ചെയ്യണം. ആദർശേട്ടൻ്റെ മനസ്സിലേക്കാണ് നമ്മൾ വിഷം കുത്തി വെക്കേണ്ടത്. അവർക്കന്ന് സപ്പോർട്ടായിട്ട് നിന്നത് ആദർശേട്ടനല്ലേ. പക്ഷേ ഈ ആദർശേട്ടൻ തന്നെ അവളെ ഒന്ന് പുറത്താക്കുന്ന അവസ്ഥ വന്ന് ആലോചിച്ച് നോക്കിയേ. ഒരിക്കലും ഇവളെ ഞാൻ പുറത്താക്കില്ല എന്ന് പറഞ്ഞ ആദർശേട്ടൻ തന്നെ അവൾക്ക് മറ്റൊരു കാമുകനുണ്ടെന്ന് അറിഞ്ഞ് പുറത്താക്കിയാലോ? അതായിരിക്കും ഏറ്റവും നല്ല ഹൈലൈറ്റ് എന്ന് പറയുന്നുണ്ട്. ജലജ പറയാണ്, അങ്ങനെ നടന്നെങ്കിൽ അത് ഒരു വലിയ സംഭവം തന്നെയാണ്. നടന്നില്ലെന്നുണ്ടെങ്കിൽ അത് ഫ്ലോപ്പാ. അങ്ങനെ ഒരു കാര്യം ആലോചിക്കുകയാണെങ്കിൽ നീ ആലോചിക്കുക, അത് തന്നെയാ പറ്റിയ ഐഡിയ എന്ന് ജലജ പറയുന്നുണ്ട്. അമ്മ കണ്ടോ, നിർമ്മലൊന്നും അല്ല. അവൾക്ക് ഞാൻ കൊടുക്കാൻ പോകുന്ന പണി 8ൻ്റെ പണി തന്നെയാ. ഇനി ഈ അനന്തപുരം തറവാട് കത്താൻ പോവാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ പറയുന്നതല്ലാതെ ഒന്ന് ചെയ്ത് കാണിച്ചാൽ മതിയായിരുന്നു എന്ന് ജലജ അവനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഡെയിലി എപ്പിസോഡിൻ്റെ റിവ്യൂസും വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂസൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ് ആവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ.